എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെൻസ് ആർ ഫ്രം മാസ്, വുമൻസ് ആർ ഫ്രം വീനസ് എന്ന് ജോൺ ഗ്രേ തൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം നമ്മൾ സ്വഭാവത്തിലും ചിന്താഗതിയിലും വ്യത്യസ്തരാണെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ തളർന്നു പോകാറുണ്ട് എന്നാണ്. എന്നാൽ അത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ കരുത്തോടെ തിരിച്ചു വരാമെന്ന് ഒരു കഴുകനെ നോക്കി നമുക്ക് പഠിക്കാം. പക്ഷികളുടെ രാജാവാണ് കഴുകൻ. ആകാശത്തിലെ ഗംഭീരമുള്ള സാന്നിധ്യം. ഒരു കഴുകൻ ഏതാണ്ട് 3.2 കിലോമീറ്റർ അകലെയുള്ള ഇരയെപ്പോലും വ്യക്തമായി കാണാൻ കഴിയുന്ന അസാമാന്യമായ കാഴ്ചശക്തിയുണ്ട്. എന്നാൽ കഴുകൻ്റെ ജീവിതം അത്ര എളുപ്പമല്ല. ഏകദേശം 40 വയസ്സാകുമ്പോൾ അതിൻ്റെ കൊക്കുകൾ വളഞ്ഞു പോകാറുണ്ട്. നഖങ്ങൾക്കും ചിറകുകൾക്കും ബലം കുറയുകയും ചെയ്യും. അവിടെ അത് ഒരു തീരുമാനമെടുക്കും. ഒന്നെങ്കിൽ മരണം, അല്ലെങ്കിൽ കഠിനമായ തിരിച്ചുവരവ്. അത് തൻ്റെ കൊക്കും നഖങ്ങളും പാറമേൽ അടിച്ച് കൊഴിച്ചു കളയും. വേദന നിറഞ്ഞ മാസങ്ങൾക്ക് ശേഷം പുതിയ ചിറകുകളും കൊക്കുകളുമായി അത് വീണ്ടും ആകാശത്തേക്ക് പറന്നുയരുന്നു. ഇന്ന് നമ്മളിവിടെ പ്രധാനമായ കുറച്ച് പോയിന്റ് പങ്കുവെക്കുകയാണ്. അതിലൊന്നാമത്തതാണ് റിമെയിൻ ഫോക്കസ്ഡ് അഥവാ ലക്ഷ്യബോധം. കഴുകൻ തൻ്റെ ഇരയെ കണ്ടെത്തിയാൽ ലക്ഷ്യം നേടുന്നത് വരെ കണ്ണെടുക്കുകയില്ല. ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ ഭയപ്പെടാതെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പരീക്ഷയോ ജോലിയോ ലക്ഷ്യമിടുമ്പോൾ ചുറ്റുമുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ അവഗണിക്കുക. രണ്ടാമതായി ഫ്ലൈ എലോൺ, ഒറ്റയ്ക്ക് പറക്കാനുള്ള ധൈര്യം. കഴുകൻ കാക്കകളോടും മറ്റ് ചെറിയ പക്ഷികളോടൊപ്പം പറക്കാറില്ല. അവ ഉയരത്തിൽ ഒറ്റയ്ക്ക് പറക്കുന്നു. നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാതെ ശരിയായ കാര്യത്തിനായി ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കാൻ ശീലിക്കുക. 3. ഫേസ് യുവർ ചലഞ്ചസ്, പ്രതിസന്ധികളെ നേരിടുക. മറ്റു പക്ഷികൾ കൊടുങ്കാറ്റിൽ ഒളിക്കുമ്പോൾ കഴുകൻ ആ കാറ്റിനെ ഉപയോഗിച്ച് കൂടുതൽ ഉയരത്തിൽ പറക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാതെ അത് വളരാനുള്ള അവസരമായി കാണുക. 4. സ്റ്റേ ടുഗദർ, ഒരുമിച്ച് നിൽക്കുക. കഴുകന്മാർ തൻ്റെ ഇണയോടും കുടുംബത്തോടും വിശ്വസ്തത കാണിക്കുന്നു. നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം നിൽക്കുമ്പോൾ കൂടുതൽ കരുത്തരാകും. 5. അവർ നെസ്റ്റ്, നമ്മുടെ കൂട്. കഴുകൻ ഉയർന്ന പാറയിടുക്കിൽ കൂട് കൂട്ടുന്നു. സങ്കീർത്തനങ്ങൾ പറയുന്നത് പോലെ ദൈവമാണ് നമ്മുടെ അഭയസ്ഥാനം. നമ്മുടെ അടിത്തറ ശക്തമായിരിക്കണം. 6. ട്രെയിൻ യുവർ യങ് വൺസ്, കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക. കഴുകൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് അവയെ താഴേക്ക് തള്ളിയിട്ടാണ്. താഴെ വീഴുന്നതിന് മുൻപ് അമ്മ കഴുകൻ അവയെ ചിറകുകളിൽ താങ്ങും. നമ്മുടെ മാതാപിതാക്കൾ മക്കളെ സ്വതന്ത്രമായി വളർത്തണം, എന്നാൽ പ്രതിസന്ധികളിൽ അവർക്ക് തണലാകുകയും വേണം. 7. ദ റിജുവേനേഷൻ, നവീകരണം. പഴയ നഖങ്ങളും തൂവലുകളും കളഞ്ഞാലേ പുതിയവ ഉണ്ടാകൂ. അതുപോലെ നമ്മുടെ പഴയ മോശം ശീലങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ പുതിയ മനുഷ്യനായി മാറാൻ കഴിയുകയുള്ളൂ. യെശയ്യാവിൻ്റെ പുസ്തകം 40 അധ്യായം 31 ഇപ്രകാരം പറയുന്നു: യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറക് വിരിച്ച് കയറും. നമ്മൾ തളർന്നിരിക്കുമ്പോൾ ദൈവം നമുക്ക് കരുത്തു നൽകും. തൻ്റെ കൃപ നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. സങ്കീർത്തനം 27 അധ്യായം 14 പറയുന്നത് പോലെ യഹോവയ്ക്കായി കാത്തിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. അവൻ നിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയ തടസ്സമുണ്ടായാലും ഒന്നോർക്കുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് പുതിയ കരുത്തോടെ നമുക്ക് കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.